ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് എന്ന് വെച്ചെങ്കിൽ ഒരു വെറൈറ്റി റൈസാണ്. വെറൈറ്റി റൈസ് എന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ രാവിലെ നമ്മൾ സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് പറ്റിയൊരു നല്ലൊരു വെറൈറ്റി റൈസ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയോടെ റെഡിയാക്കിയാണെന്ന് വെച്ചാൽ, ചോറ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. തന്നെ നല്ല ചോറ് കുറച്ച് അത് കുറച്ച് വേവ് അധികമായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കുറച്ചുകൂടി വേവ് കമ്മിയായിട്ട് നല്ല അങ്ങനെ ഉതിരിയായിട്ട് ഉതിരി ഇങ്ങനെ വീണ മാതിരി ഉണ്ടാവണം ചോറ് ശരിക്ക്. ഇത് കുറച്ച് വെന്തിട്ടുണ്ട്, കുഴപ്പമില്ല. അങ്ങനത്തെ ചോറ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് വെറൈറ്റി റൈസാണ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ, നിങ്ങൾ ലെമൺ റൈസ്, പുളി റൈസ്, കേട് റൈസ് ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇതൊരു വേറൊരു ടൈപ്പാണ്. കാരണം വെച്ചെങ്കിൽ ഇതിന് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് അങ്ങനത്തെയാണ് കേട്ടോ. ഒരു പിടി നല്ലൊരു പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നല്ലൊരു പിടി പുതിന എടുത്തിട്ടുണ്ട്. പിന്നെ ഒത്തിരി മല്ലിയില കണ്ടില്ലേ, നല്ല ഒത്തിരി ഉണ്ട് മല്ലി. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ കുട്ടികൾ ഈ മല്ലി നമ്മൾ കൂട്ടാനിലാണെങ്കിലും നമ്മൾ വല്ല ഉപ്പുമാവ് ഉണ്ടാക്കണമെങ്കിൽ എന്തിലാണെങ്കിലും കുട്ടികളാണെങ്കിലും നമ്മൾ വലിയവരാണെങ്കിൽ കൂടിയും ചിലപ്പോൾ മല്ലിയും കറിവേപ്പിലയും ഇതൊന്നും കഴിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, ശരിക്കും ഇത് കഴിച്ചാൽ നല്ലതാണെന്നല്ലേ പറയാം. കണ്ണിന് നല്ലതാണ്, മുടിക്ക് നല്ലതാണെന്നൊക്കെ പറയും. പക്ഷെ നമ്മളെ കൊണ്ട് ഇത് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റില്ല. കൂട്ടാനിലിട്ടാലും കഴിക്കില്ല, വേറെ എന്തെങ്കിലും ഉപ്പുമാവോ ഉപ്പേരിയൊക്കെ വെച്ചാലും ഒന്നിനും നമ്മൾ കഴിക്കില്ല. അപ്പോൾ ഇതിങ്ങനെ ഇപ്പം ഞാൻ ഈ ചെയ്യണമാതിരി ഉണ്ടാക്കി കൊടുത്താൽ ഇത് ഫുള്ള് നമ്മൾ വയറ്റിൽ പോകും. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഈ ചോറിൻ്റെ കൂടെ ഇത് വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത് എങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ കാണിച്ചു തരാം. ആദ്യം ഞാൻ ഇത് 3 എടുത്തിട്ടുണ്ട്: മല്ലി, കറിവേപ്പില, പുതിന. പിന്നെ ഞാൻ എടുക്കുന്നത് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് വെച്ചെങ്കിൽ, ഒരു ചെറിയ ഉരുള പുളി, പിന്നെ ഒരു 4-5 വെളുത്തുള്ളി, പിന്നെ നല്ലൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 2-3 പച്ചമുളക്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത്, ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ശരിക്കും നമ്മളെ കയ്യിൽ പെരുങ്കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ പെരുങ്കായത്തിൻ്റെ പൊടിയില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചെങ്കിൽ, കുറച്ച് ഉലുവയും ഒരു പെരുങ്കായത്തിൻ്റെ ചെറിയൊരു കഷ്ണവും കൂടി എണ്ണയിൽ വറുത്ത് വെച്ചിരിക്കുകയാണ് ഞാനിവിടെ ഇപ്പോൾ. അപ്പോൾ ഇതിൻ്റെ കൂടെ അരയ്ക്കാനുള്ളതാണിത്. അപ്പോൾ വറുത്താൽ ഇത് കുറച്ച് നന്നായിട്ട് അരച്ച് കിട്ടും വിചാരിച്ചിട്ടാണ് ഞാനിത് വറുത്ത് വെച്ചത്. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഇതൊക്കെ ഇവിടെ അരയ്ക്കാൻ പോവുകയാണ്. അതെങ്ങനെയെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എങ്ങനെ അരയ്ക്കാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ മല്ലിയില ഫുള്ളായിട്ട് ഇതിലിടാൻ പോവുകയാണ്. പുതിന, പിന്നെ കറിവേപ്പില. കറിവേപ്പില എല്ലാം കുറച്ച് ചോറ് നിറയുണ്ടെങ്കിൽ നിങ്ങളെല്ലാം കുറച്ച് കൂട്ടിയെടുത്തോളൂ, ഒന്നും കുഴപ്പമില്ല. നല്ല ടേസ്റ്റാണ് ചോറിന് ഇതിൽ മിക്സ് ചെയ്യുമ്പോൾ. ഇത് 3 ഇപ്പോൾ ഞാൻ തിരിക്കിയിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോണത് ഒരു 2-3 എരിവിനനുസരിച്ച് 2-3 പച്ചമുളക്. ഇപ്പം ഞാനൊരു 2 പച്ചമുളക് മതി, എരിവ് അധികം വേണ്ട. പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് ഈ പുളി ഇതിൽ ചേർക്കുകയാണ്. പിന്നെ ഒരു 4 വെളുത്തുള്ളി പോള ചേർത്തിട്ടിട്ട്, പിന്നെ ഞാനൊരു കഷ്ണം വലിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി മുറിച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ വറുത്ത് വെച്ച ഉലുവയും പെരുങ്കായവും ഇത് ഞാൻ ഇതിൽ ചേർക്കുകയാണ്. ഇനി ഞാൻ ഇത് നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളത്തിൽ, നമ്മൾ കട്ടിയായിട്ടുള്ള ചമ്മന്തി അരക്കില്ല, തേങ്ങാ ചമ്മന്തിയൊക്കെ, അതേമാതിരി ഞാനത് അരച്ചെടുത്തിട്ട് വരാം. ഇതിന് അരയ്ക്കുമ്പോൾ തന്നെ നിങ്ങളിത് ഉപ്പും ചേർത്തോളും. ഇപ്പോൾ നമ്മളിത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? മൈലാഞ്ചി അരച്ച മാതിരി ഉണ്ടല്ലേ. പക്ഷേ ഇതേ പച്ച കളറിലാവും റൈസും ഉണ്ടാവും കേട്ടോ. ഇത് ഇങ്ങനെ ഈ കളറിലുണ്ടാവും. പക്ഷേ ഇത് ഇത്രയും നല്ലതാണ്. അതായത് ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഇപ്പോൾ അങ്ങനെ അറിഞ്ഞൂടെ. അപ്പോൾ നമ്മൾക്കിത് എങ്ങനെ ഇനി റൈസിൽ മിക്സ് ചെയ്യാന്നുള്ളത് കാണാം. ഇപ്പോൾ നമ്മൾ ഒരു പാത്രം ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് ശരിക്കും നല്ലെണ്ണയിൽ ചെയ്യണം എന്നാണ് പറഞ്ഞത്. നല്ലെണ്ണയിൽ ചെയ്താൽ ഇനിയും നല്ല ടേസ്റ്റാണ്. കാരണം ഇവിടെ അടുത്തുള്ളവരൊക്കെ ചെയ്യണതാണ്. അതുകൊണ്ട് അവരൊക്കെ നല്ലെണ്ണയിലാണ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിപ്പോൾ നല്ലെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാക്കി ഞാൻ കടുക് ഇടുകയാണ്. കടുക് നല്ല പൊട്ടി വരുമ്പോൾ ഞാൻ അതിലേക്ക് 2 പട്ട, കണ്ടില്ലേ, 2 പട്ട അതായിരിക്കും ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഉണക്കമുളക് 2ആയി പൊട്ടിച്ചതും. നന്നായിട്ടൊന്ന് കടുക് മൂത്ത് വരട്ടെ. എളുപ്പമാണ് കേട്ടോ ഇത്. ഈ അരയ്ക്കണ പണി മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ എളുപ്പമായിട്ടുള്ളൊരു പണിയാണ്. ഇപ്പം ഞാൻ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഈ ഒരു സാധനം ഇതുണ്ടല്ലേ. ഇപ്പം എങ്ങനെ ഉണ്ട് നിങ്ങൾ കണ്ടില്ലേ? ഇത് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. തീയൊക്കെ ഒന്ന് കമ്മിയാക്കി വെച്ചാൽ ചേർത്തോളൂ.
ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ ഇതിന്. ഇത് നന്നായി ഇളക്കി കൊടുക്കുകയാണ്. തീ കമ്മിയാക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർക്കാം. അപ്പം ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല, ഉപ്പ് മാത്രമാണ് ചേർക്കാൻ പോണത്. ഉപ്പ് ചേർക്കുകയാണ് ഞാൻ അത്യാവശ്യം. ചോറിലേക്ക് വേണ്ട ഉപ്പ് വേണമല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് ഞാൻ ഇടുകയാണ്. തേങ്ങ ഉപ്പ് ഇല്ല കമ്മിയാണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും കൂടി ഇടാം. പക്ഷെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ ചോറിട്ടിട്ട്. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കുകയാണ്. വേണ്ട ഇതിങ്ങനെ നന്നായിട്ട് കുറുകി ഇങ്ങനെ വരും. പക്ഷെ ഇതൊന്നും നന്നായിട്ട് തീ കമ്മിയായിട്ട് നന്നായിട്ടൊന്ന് പച്ചവാസന പോണ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്താ വെച്ചാൽ ഇത് കുട്ടികൾക്കൊക്കെ നല്ലതാണ്. കുട്ടികളൊന്നും കുട്ടികളൊന്നല്ല, നമ്മൾ വലിയവരാണെങ്കിലും നമ്മളിപ്പോൾ ഈ മല്ലിയും കറിവേപ്പിലൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ കഴിച്ചാൽ നമുക്ക് മുടിക്കൊക്കെ നല്ലതാണ്, ബുദ്ധിക്ക് നല്ലതാണ്. പൊതിനയും മല്ലിയൊക്കെ ഉള്ളതുകൊണ്ട് വയറിനും നല്ലതാണ്, എല്ലാറ്റിനും നല്ലതാണ്. സത്യത്തിൽ നമ്മൾ ദേഹത്തിന് മുഴുവൻ നന്നായിട്ടുള്ളൊരു മരുന്നാണ്. മരുന്നെന്ന് പറയാൻ പാടില്ല കേട്ടോ. ഒരു വെറൈറ്റി റൈസാണ്. പെരുങ്കായ ഉണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട്, ഇതിലിപ്പോൾ എല്ലാം ഉണ്ട്. നന്നതാ. പിന്നെ ഈ ലെവലിൽ വന്നാൽ മതി. ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം നമ്മളിതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ചോറ് ചേർക്കണം. ചോറ് കുറച്ചായിട്ട് നിങ്ങളിതിലേക്ക് ചേർത്തോളൂ. ഞാനിതിലേക്ക് ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചതല്ല. അപ്പം നമ്മൾക്കിന്ന് ഗുരുവായൂർ ഏകാദശിയല്ലേ ഇന്ന്. അപ്പം ഞാൻ ഇന്ന് ചോറ് കൂട്ടാൻ വെച്ചിട്ടില്ല. അപ്പോൾ എനിക്കിന്ന് വ്രതമാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് മാത്രമേ വേണ്ടൂ. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെയൊക്കെ ചോറാണ് കൂടുതലിഷ്ടം. അപ്പോൾ നമുക്കും കുറച്ച് പണി അധികം ഉണ്ടാവില്ല, അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. രാവിലെ ഞാൻ വാഴയ്ക്ക ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. വാഴയ്ക്ക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായോന്ന് അറിയില്ല, നമ്മുടെ നാട്ടിലെ പൊണ്ണങ്കായ എന്ന് പറയും അത്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് ഇപ്പോൾ കണ്ടില്ലേ, ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ അതിൽ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാനൊന്നും പറ്റില്ല, കാരണം ഇന്ന് ഏകാദശിയല്ലേ. അപ്പോൾ ഞാൻ നമ്മൾ അരിഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വീഡിയോ പിടിക്കണത് എൻ്റെ വലിയ മകനാണ്. അപ്പോൾ അവനോടത് ലേശം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയട്ടെ. ഉപ്പുണ്ടോ നോക്കിയേക്ക് പോവാ. അങ്ങനെ കഴിക്കാൻ പറ്റില്ല, ലേശം. കഴിച്ചോക്ക്. ഉപ്പുണ്ടോ? ഉപ്പൊക്കെ ഉണ്ട് അത്ര. അപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ടെന്നാണ് പറയുന്നത് അവൻ. അപ്പം നല്ല കുറച്ച് വേവ് കമ്മിയുള്ള, അതായത് ഒരു മുക്കാ വേവ് വെന്തുള്ള അരിയാണെങ്കിൽ നന്നായിട്ടുണ്ടാവും. മുക്കാ വേവ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, രാവിലെ പറഞ്ഞില്ല ഞാൻ അങ്ങനെ ഉണ്ടാക്കാനുള്ള തീരുമാനമല്ല എന്നുള്ളത് പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്കിങ്ങനെ കുറച്ച് കുഴഞ്ഞ മാതിരി ആയിരുന്നത്. ശരിക്കും നിങ്ങൾ നന്നായിട്ട് മുക്കാ വേവിലെ വാർത്തുള്ള അരി വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇനിയും സൂപ്പറായിട്ടുണ്ടാവും. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ, അതും വേണ്ടേ പറയാം. നന്നായിട്ടുണ്ടാവും കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഇതാണ്. മല്ലി, പുതിനയില, കറിവേപ്പില പോട്ട വെറൈറ്റി റൈസ്, വാഴയ്ക്ക ഫ്രൈ കണ്ടില്ലേ നിങ്ങൾ? ഞാൻ കാണിച്ചു തന്നാൽ മുന്നേ ഇതിൻ്റെ ഒരു വീഡിയോ തനിയെ ഞാൻ ചെയ്തിട്ട് ഇടാം. നിങ്ങൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത്, ഇതിൽ ഞാൻ എന്തൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ തനിയെ ഒരു വീഡിയോ ചെയ്യേണ്ടത്. ഇതാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് നോക്കിയത് ഭക്ഷണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ ഞാൻ വീഡിയോ ക്ലോസ് ചെയ്യണം. ഓക്കെ, ബൈ, താങ്ക് യു.